ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിങ്ങടൊരു ഫംഗ്ഷൻ ഡേ ആണെങ്കിലും ഫംഗ്ഷൻ്റെ രാവിലെ നേരത്തെ വാവിച്ചിനെയൊക്കെ കണ്ട വാവിച്ചിനെ പോലെ കണ്ട. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് ഏകദേശം മനസ്സിലായിരുന്നല്ലേ. അപ്പോൾ വാവിച്ചി ആയത് ചിങ്ങടൊരു ഫംഗ്ഷനുള്ള വാവിച്ചിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആയത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പറഞ്ഞോ രണ്ടാളും ഗൈസ്. അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നല്ലോ. നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഭാവിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെറ്റായി നിൽക്കണല്ലോ. ഭാവിച്ച് ഉറങ്ങിയിട്ടില്ല. 6:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് ചിങ്ങട് ഉറങ്ങിയത്. ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. ഇനി ഫംഗ്ഷൻ നിൽക്കുമ്പോൾ ആടുമൊന്നും അറിയില്ല, എന്താവുന്നൊന്നും അറിയില്ല കേട്ടാ. അത് അതായത് വാവിച്ച് അമ്മയും ചിങ്ങട് ഉറങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു 2 മണി വരെ ഇരുന്നിട്ട് പിന്നെ വന്ന് ഞാൻ കുറച്ച് ഉറങ്ങിയില്ലോ. എനിക്ക് കുറച്ച് ഉറക്കം കിട്ടി, കുഴപ്പമില്ല. പക്ഷെ വാവിച്ചിക്ക് അമ്മയ്ക്കും കുട്ടിക്കൊന്നും ഉറക്കില്ല. അല്ല, കുട്ടി ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഉറക്കമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും. അതുപോലെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചിട്ട് മേക്കപ്പ് എല്ലാം കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അതെ, സിമ്പിൾ ആയിട്ട് വെറൈറ്റി ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അതെ ഗൈസ്. അപ്പോൾ ദാ വാവച്ചിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്തവണ പുതിയൊരാളാണ്. അതായത് ഇപ്രാവശ്യം ഞങ്ങൾ ചേഞ്ച് ചെയ്തു. നശാസ് താത്തയാണ് ഇപ്രാവശ്യം വാവച്ചിക്ക് മേക്കപ്പ് ചെയ്യുന്നില്ല. അതെ, അല്ല ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ എത്രയായി? കുറച്ചായില്ലേ? നമ്മൾ വളകാപ്പിന് പരിചയപ്പെട്ടാണ്. 6 മാസത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ വളകാപ്പിന് താത്താനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ താത്താക്ക് ഓൾറെഡി വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് മിസ്സായി. അതെ, താത്താൻ്റെ വീട്ടിൽ നിന്ന് ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളടുത്ത് പറഞ്ഞുകൊണ്ട് താത്ത വന്നു. അതെ അതെ, നേരത്തെ എത്തി. ആളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ആള് കുറച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്ന് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും നമുക്ക് പിടിക്കാന്ന് വിചാരിച്ചു. ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അറിയുള്ളൂ. അപ്പൊ ഇട്ടാ മതി. അപ്പൊ എന്തായാലും താത്ത തുടങ്ങിക്കോ. നൈസ്. അപ്പൊ ഫസ്റ്റ് ഇതാ സ്റ്റാർട്ടിങ്ങിന് വെച്ചിട്ട് ലെൻസ് സെറ്റ് ചെയ്യട്ടാ. വെച്ചിട്ട് മുഖത്തുനിന്ന് ഒരു പേടി. റെഡിയായ? എരിച്ചിലുണ്ടാവും. അതെ, സെറ്റായ? കരയണ്ട, കരയൊന്നും വേണ്ട കേട്ടാ. അല്ല, ശരിക്കും ഇപ്പോഴാണ് നല്ലത് അല്ലേ? നമ്മളെല്ലാം ചെയ്തിട്ടിടുമ്പോ. അതെ, എരിടലൊന്നും ഇല്ലല്ലോ. സെറ്റല്ലേ? പക്ഷെ നന്നായിട്ടത് ബ്ലൂ. ഇതെന്താണ് ഇത്? ബ്ലൂ അല്ലേ? ഗ്രേ ആണോ? പക്ഷെ ബ്ലൂ പോലെ തോന്നി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും അങ്ങനെ സെറ്റായില്ലോ. അവ എരിച്ചിലുണ്ടാ ചെറുതായിട്ട്? അത് സെറ്റാവും.
മേക്കപ്പ് ഇവിടെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ അവേ. ഇതവിടെ ജനു ഉണ്ട് കേട്ടോ. ജനു ഇപ്പം എണീറ്റ് വന്നോളൂല്ലോ, അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്. പിന്നെ ചിങ്കുട് നല്ല ഉറക്കത്തിലാണ്. രാത്രിയൊന്നും കാണിച്ചു തരാം. രാത്രിയൊന്നും ഉറക്കില്ലാതെ ഇപ്പോൾ കുറച്ച് മുന്നെയാണ് ആൾ ഉറങ്ങിയത് കേട്ടാ. അമ്മ രാവിലെ എണീച്ചിട്ട് പണിത്തിരക്കല്ലേ. അമ്മയും വാച്ചിയും രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനൊക്കെ പിന്നെ കുറച്ചൊക്കെ ഉറങ്ങി അല്ലേ. ഉറക്കം കിട്ടിയില്ല അല്ലേ. എന്തായാലും ഫംഗ്ഷന് നമുക്ക് എല്ലാവരും കൂടി ഉറക്കം നോക്കിയിട്ടിരിക്കാം. കണ്ണിത്തൊക്കെ സെറ്റായില്ലപ്പോ. അല്ല വാച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എരടല്ലോ. അതായത് വാവച്ചിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോണു, പക്ഷെ താത്ത കുറെ ചെയ്തിട്ടുണ്ട്. ലുക്കൊക്കെ മാറിയല്ലോ അവേ. ഓ ഒന്നുകൂടെ സൂപ്പറായിട്ടാ. താത്തൊക്കെ ഒരു സമാധാനക്കേടായിട്ട് ഇങ്ങനെ നിൽക്കണില്ലാത്ത. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു, അതാണ് ഞാന്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. അത് ഫസ്റ്റ് കാണിച്ചത്. ഇതാണ് വാച്ചിൻ്റെ ഫൈനൽ ലുക്ക്. അല്ലേ ഹെയർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രം കുറച്ച് ലെങ്ത് വരില്ലോ. കുറച്ച് സമയം കൊണ്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ആണല്ലേ. ഇത് പിന്നെ എയർബ്രഷ് ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. പിന്നെ എയർബ്രഷ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ ഈ ഹെവി മേക്കപ്പിനോട് ആർക്കും ഇഷ്ടമില്ലല്ലോ. ലൈറ്റ് വെയിറ്റ് അല്ല, അങ്ങനെ ന്യൂഡ് മേക്കപ്പ്, ഒരു നോ മേക്കപ്പ് ലുക്ക്, അങ്ങനെയൊക്കെ എല്ലാവർക്കും നാച്ചുറൽ ഫിനിഷിങ്ങിലോട്ടാണ് ഇഷ്ടം. അപ്പൊ അതിന് പറ്റിയതാണ് നമ്മുടെ എയർബ്രഷ് മേക്കപ്പ് വരുന്നത്. അതായത് നമ്മളുടെ നാച്ചുറൽ കളറിന്, അതായത് നാച്ചുറൽ ഫിനിഷ് ആണ് വരുന്നത്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നാൽ പോലും അത് നമ്മളെ സ്കിന്നിൻ ടോണിനെ തന്നെ രീതിയിൽ ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നല്ല ഫിനിഷിംഗ് ആണ്. അതായത് ഒരു നാച്ചുറൽ ആയിട്ട് തോന്നും. ഭയങ്കര ഹെവി നമ്മളെ ഒരു പൗഡറി ലുക്ക് ഒന്നും ഉണ്ടാവില്ല. അതായത് കട്ടിയൊന്നും ഒരുപാട് ഇതുവരെ ചെയ്തതെല്ലാം നല്ല കുറച്ച് കനം കൂടി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പൊ ഞാന് മോളത് കണ്ടിട്ടുള്ളതും അധികം അപ്പൊ എനിക്ക് തോന്നി. പക്ഷെ നാച്ചുറലോട്ട് ഞാൻ കൂടുതലും എന്റെ ബ്രൈഡ്സ് ആയാലും എല്ലാതും നമ്മളധികം കൂടുതൽ നാച്ചുറലിലോട്ടാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അത് പിടിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ പിടിച്ചു നോക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പം സെറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോ ഇതിലൂടെ എങ്ങനെയാണ് കാണുന്ന അറിയില്ല, പക്ഷെ നേരിട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മള് ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസിംഗ് ഒന്നും നടന്നിട്ടില്ല. ഇല്ല, പെട്ടെന്നുള്ളൊരു. അതെ, താത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ. അപ്പൊ ഞങ്ങള് കോസ്റ്റ്യൂം മാത്രം അയച്ചു കൊടുത്തു. താത്ത അങ്ങനെ ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. നമ്മള് അങ്ങനെ ഒരുപാട് നമ്മള് പെട്ടെന്ന് പറഞ്ഞതു അല്ലേ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട് താത്ത, ഞാൻ എന്നാലും കൺഫേം പറയണ്ടേ, ഡ്രസ്സ് ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഇന്നലെ മഞ്ഞാന്നൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് ഒക്കെ പറഞ്ഞത്. ഞാൻ എന്നിട്ട് ചോദിക്കൂ, മൂക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ അതൊക്കെ ചോദിക്കും ഞാൻ. പിന്നെ ഒന്നും റിപ്ലൈ, അങ്ങനത്തെ റിപ്ലൈ ഇട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോ ഫുൾ ചെയ്തപ്പോ എനിക്ക് ജ്വല്ലറി അതാവായിരുന്നു എന്നൊക്കെ സംഭവം. ഞാൻ ഒന്നിനും ഒരു ഇതായിട്ട് നിന്നിട്ടില്ല. അതാണ് സംഭവം. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുവരെ ഇവര് ചെയ്തിട്ട് വേഗം
വേഗം പോകട്ടെ, കാരണം എന്താ വെച്ചാൽ അവർക്ക് അവിടെ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തിരക്കിലാണ്. കുറച്ച് റിസ്ക് ആണ്. ഞങ്ങള് എന്താണ് കഴിഞ്ഞ വിളിച്ചിട്ടൊന്ന് മൂപ്പേന്റെ അല്ല അന്ന് ഓൾറെഡി വർക്ക് എടുത്തിട്ടുണ്ട്, വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ അന്ന് ഫാമിലിയിൽ ഫാമിലി സമയം ഉണ്ടല്ലോ അല്ലേ? ഇനിയും ചെയ്യാലോ, പുതിയ പുതിയതൊക്കെ നമ്മള് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവരാതെ. വെറൈറ്റി വെറൈറ്റി മേക്കപ്പ് അത് നമ്മള് പ്ലാൻ ചെയ്യണ്ടേ, വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ എന്തായാലും. അപ്പൊ എന്തായാലും അടിപൊളിയായി. താങ്ക് യു. സൂപ്പറാണ് കേട്ടോ. അല്ല, താത്ത വന്നത് ഫസ്റ്റ് ചിങ്കുടുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിങ്കുടു താത്തന്റെ അടുത്ത് സെറ്റായിട്ട് അങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ആളിങ്ങനെ നോക്കുന്നു. പിന്നെ താത്ത പോയിട്ട് തൊട്ടിയിൽ പോയിട്ട് കിടത്തിയപ്പം സുഖമായി കിടന്നു. കരയിന് വരുമ്പോ രാത്രി അല്ല പുലർച്ചെയാണ് ഞങ്ങൾ എത്തുമ്പോ, അപ്പോഴൊക്കെ കരയാണ്. അപ്പൊ ഉറങ്ങിയില്ലേ, ഞാൻ ആദ്യം ചോദിച്ചു വാവ ഉറങ്ങിയോ? ഏയ് താത്ത ഉറങ്ങലേ ഇല്ല, മോള് ഉറങ്ങില്ല. ഇല്ല ഞാൻ കരഞ്ഞ് എടുത്തപ്പോ തന്നെ ആള് മുണ്ടുന്നില്ല. പിന്നെ കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെയൊക്കെ എടുത്ത് തൊട്ടിലേൽ കിടത്തിയപ്പോ ആൾ അങ്ങനെ ഇതായി സെറ്റായി. അപ്പൊ ഗൈസ് എന്തായാലും ഇതാണ് വാവിച്ചിന്റെ ഫൈനൽ ലുക്ക്. അതെ, ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആ മുട്ടി പക്ക നോക്ക്. അതായത് വാവിച്ചിന് ഒറിജിനൽ മുടി വേണ്ട, പക്ഷെ ഒറിജിനൽ ഒന്നല്ല, ഇത്രയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അവര് പോവാണ്. ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ മാവേ? അപ്പോ താത്ത ബൈ.